ഞാനൊന്ന് റിലാക്സ് ആവാൻ നല്ലൊരു പാട്ട് കേൾക്കാം. ചേച്ചി വരൂ ചേച്ചി. വാ മോളെ ശരികെ. ചേച്ചി ഞാൻ എന്തൊക്കെയാ ഉണ്ടാക്കിയെന്നറിയാവോ? വാ കാണിച്ചു തരാം. കൂട്ടത്തിൽ കേസരി ഉണ്ടാക്കിയിട്ടുണ്ട്. വാ. എന്റെ അനീതി ഉണ്ടാക്കിയതിനെ പറ്റി രുചിച്ചു നോക്കി പറയേണ്ട ആവശ്യമുണ്ടോ? നന്നായിരിക്കും. നീ ഇതൊരു സാരി ഒന്നും മാറിയില്ലേ? ഇതൊക്കെ പോരെ? വേണ്ട മോളെ, ഇത്തിരി കൂടി നല്ല സാരി ഉടുക്ക്. ശരി വാ. ടൈം പാസിന് എന്താ ചെയ്യാ? പെണ്ണുകാണ ചടങ്ങിന് എല്ലാം റെഡിയായി. എന്നാൽ ചടങ്ങിനൊരു പാവക്കൂത്ത് വേണമല്ലോ. എന്താണത്? ആരതി കാറ്ററിംഗ് സർവീസ് നാളെ എഴുതിയിരിക്കുന്നത്. ഇനി എന്റെ പണി വർക്കായി കാണുമായിരിക്കോ? എന്റെ പെണ്ണായിരിക്കും വിളിക്കുന്നത്. ഹലോ ആരതി. ഹലോ വിക്കി, ഞാൻ സാരിക്കാ സംസാരിക്കുന്നേ. ഇവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്താലും പിന്നെ വിളിച്ചോണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ ഈ നമ്പറിൽ നിന്ന് എന്തിനായിരിക്കും വിളിച്ചേ? എനിക്കെപ്പോഴും ആരതിനെ കുറിച്ചല്ല ചിന്തയുള്ളൂ. അതുകൊണ്ട് ആരുടെ കോള് വന്നാലും അവളാന്ന് എനിക്ക് തോന്നുന്നത്. ഹലോ 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 ഹലോ. ഞാൻ സംസാരിക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആരതിയുടെ വീട്ടിലാ ഉള്ളത്. ഫോൺ കട്ട് ചെയ്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മിസ്സാവും. ഇമ്പോർട്ടന്റ് മാറ്ററോ? അതെന്താ? നിനക്ക് ഇന്നിവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എനിക്കോ? അതും അവിടെ? ഇനി എന്റെ പെണ്ണ് എന്നെ കുറിച്ച് വീട്ടിലെങ്ങാനും പറഞ്ഞു കാണുവോ? ഹലോ ശാരിക, എന്താ സർപ്രൈസ് എന്ന് പറഞ്ഞേ? ഇത്ര വലിയ സർപ്രൈസ് ഫോണിൽ കേട്ട എങ്ങനെയാ? ശരി, ഒരു ക്ലൂ തരാ ഞാൻ. മാറ്റർ കല്യാണക്കാര്യം. അതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നാ മാത്രം മതി. വന്നില്ലെങ്കിൽ മിസ്സാവുന്നത് നിനക്ക് മാത്രം. വിക്കി, നിന്റെ ലൈഫ് സെറ്റായി മോനെ. സാർ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. ഞാനും നിങ്ങളുടെ അടുത്തേക്ക് വരിക. ആ പോസ്റ്റിന് ചേരുന്ന കാൻഡിഡേറ്റിനെ മാത്രം സെലക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ളവരെ പറഞ്ഞയച്ചേക്ക്. ഡോണ്ട് വേസ്റ്റ് ടൈം. പെണ്ണാണ് വന്നതെന്ന് സാർ അറിഞ്ഞിരിക്കുമോ? അറിഞ്ഞാൽ ഇനി എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? എന്താ ആലോചിക്കുന്നത്? ഇതിനെന്താ ഇത്ര കൺഫ്യൂഷൻ? ഒന്നുമില്ല സാർ, സംസാരം കേട്ടിട്ട് അവർ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഗുഡ്. സാർ, ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലമോ? എന്താ ഇഷ്യൂ? കാൻഡിഡേറ്റ് ഒരു ഗേളാണ്. പാട്ട് മതി. വാട്ട്? ഈ കാര്യം എന്താ ആദ്യം പറഞ്ഞേ? സാർ, അത് ബോസേ, ഒരു മിനിറ്റ് വന്നേ. താനൊന്നും മിണ്ടായിരിക്കണോ? ഒരു മിനിറ്റ് ബോസ്, പറയാം. ബോസ്, ഞാൻ നിങ്ങളോട് പറയാൻ വരികയായിരുന്നു. അതിനകം ആ ശ്രീധർ വന്ന് സാറിനെ വിളിച്ചോണ്ട് പോയി. സംഭവിച്ചതിന്റെ റീസൺ തരാനില്ല, ഞാൻ തന്നെ അപ്പോയിന്റ് ചെയ്തത്. ഇതുപോലത്തെ അനാവശ്യ കാര്യങ്ങൾ കേറി വരാതിരിക്കാനാണ്. അൺവാണ്ടഡ് അല്ല ബോസ്, വാണ്ടഡ് ആണ്. വാട്ട് നോൺസെൻസ്. ബോസേ, സിദ്ധാർത്ഥ് സാറിന് അഡ്മിറ്റ് പോസ്റ്റിലേക്ക് ഒരു സ്ത്രീ തന്നെ വേണമെന്ന് പറയാൻ വന്നതാ. അതിനാണ് കാൻഡിഡേറ്റ് വന്നതും. അവനൊരിക്കലും ലേഡീസിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കരുതായിരുന്നു. ഞാൻ
ഞാൻ അറിയാതെ അവനോട് യെസ് പറഞ്ഞു പോയതാ. പക്ഷേ ഈ കാര്യം എന്നെ ഒന്നുകൂടെ ഇൻഫോം ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞല്ലോ ബോസേ, ഇൻഫോം ചെയ്യാൻ വന്നപ്പോഴേക്ക് സാറ് വന്നായിരുന്നു. എങ്ങനെയായാലും സിദ്ധാർത്ഥ് സാറിന്റെ കമ്പനിയിലേക്കല്ലേ, കാൻഡിഡേറ്റ് നല്ലതാണെങ്കിൽ അത് കമ്പനിക്ക് ഹെൽപ്പ് ചെയ്യില്ലേ? അത്രയ്ക്ക് ആവശ്യമാണെങ്കിൽ റിക്രൂട്ട് ചെയ്തേക്ക്. പക്ഷെ ഞാനൊരു കാര്യത്തിലും ഇടപെടില്ല. യെസ്, ഇനി മുതൽ ഈ കമ്പനി വേറെ ലെവലിൽ തന്നെ വളരും. പോസ്റ്റിലേക്ക് ലേഡീസിനെ എടുക്കുന്നെന്ന് പറഞ്ഞു. ഓ, എന്നോട് പറഞ്ഞായിരുന്നു ശ്രീധർ. ബോസ് എന്നെ ബൈ ബൈ പറഞ്ഞു പോയി. പിന്നെ നിങ്ങൾ എന്തിനാണ് ടെൻഷൻ എടുക്കുന്നത്? ഒന്ന് നോക്കിയതാ ഈ ആണുങ്ങളല്ലേ എത്ര ക്ഷീണിച്ചിരിക്കുന്നു. ഇത് എന്റെ മാത്രം അവസ്ഥയല്ല, ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഓരോ ആണുങ്ങളുടെ ഗതികേടാണ്. പക്ഷെ ഇതിൽ ഒരുപാട് റിസ്കിന് ചാൻസ് ഉണ്ട്. ഇത് ഓഫീസാണെന്ന് ആരെങ്കിലും പറയുമോ ശ്രീധർ? ആണുങ്ങൾ മാത്രമുള്ള ഒരു ജയിലായി ഇത്. ഓഫീസ് ചില്ലിന് വേണ്ടിയെങ്കിലും ഒരു പെൺകുട്ടി ഇരിക്കട്ടേന്നേ. അതൊന്നും പറ്റില്ല. ഇന്റർവ്യൂ കഴിഞ്ഞാലും ബോസിന്റെ കൺഫർമേഷൻ കിട്ടണ്ടേ? അതൊക്കെ അറിയാവുന്ന കാര്യമാണ് ശ്രീധർ. അകത്തുള്ള കാൻഡിഡേറ്റ് നല്ല സ്മാർട്ടാണ്. നിങ്ങൾ പോയി ഇന്റർവ്യൂ നടത്ത്. എന്റെ ബോസിനെ ഒരു ലെവലിൽ എത്തിക്കാൻ ഇവളാണ് ശരിയായ ആള്. പെണ്ണൊന്ന് പഠിച്ചാൽ സ്കൂള് തുറക്കുമെന്ന് പറഞ്ഞതുപോലെ റാണിക്ക് ജയിലിൽ എൻട്രി കിട്ടിയെന്ന് പറയുമ്പോ ബാക്കി ജയില് പെട്ടെന്ന് നിറഞ്ഞോളും. സുമേഷ് മോനെ, എല്ലാവരും ഏറ്റെടുക്കുന്ന രീതിയിൽ നീ പണിയെടുക്കുന്നു. വരൂ വരൂ വരൂ. ആ, ഇവൻ എന്റെ കൂട്ടുകാരൻ വിനായകൻ. ഇത് ഭാര്യ വീണ, ഇവരുടെ മകൻ ഗൗതം, എന്റെ ഭാര്യ പ്രമീള, ചേട്ടത്തി പത്മ, ചേട്ടത്തിയുടെ മകള്. വന്നിരിക്കെ. ഇരിക്കെ ചേച്ചി, ഇരിക്കെ. ഏയ്, ഞാൻ വേണ്ട, നീ ഇരിക്കേ. ചേച്ചിയും കൂടി ഇരിക്കെ. രവി, നീ ഇവിടെ ഇരിക്കേ. എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? അയ്യോ, ഒന്നും വേണ്ട. രാവിലെ തന്നെ വരാന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് എന്താ താമസിച്ചേ? എനിക്ക് ഓഫീസിൽ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. മിസ് ചെയ്യാനേ പറ്റില്ലായിരുന്നു. അത് അറ്റൻഡ് ചെയ്തു വരാനായിട്ട് ലേറ്റായി. അത് സാരമില്ല, ജോലിയല്ലേ വലുത്. അന്നം തരുന്ന ദൈവ ജോലി. വരാൻ താമസിച്ചുകൊണ്ട് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എത്ര വിചിത്രമാണെന്ന് നോക്കൂ മണിയണ്ണ. നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് ഇന്നിതാ ഇവിടെ വരെ എത്തി. നിങ്ങൾ കല്യാണക്കാര്യം പറഞ്ഞപ്പോ ഞാൻ ഈ കാര്യം ഓർത്തു. ഇത് ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് എന്റെ പ്രാർത്ഥന. എല്ലാം ദൈവഹിതമാണ്. അത് തന്നെ ശരി. നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാം. കുട്ടിയെ വിളിക്കാമോ? ഒരു നിമിഷം. ഒരു നിമിഷം, ഇപ്പൊ വിളിക്കാം. മണിയണ്ണ, അണ്ണന്റെ 3 മക്കളും എന്ത് ചെയ്യുന്നു? ഇവിടെ എന്താ നടക്കുന്നത്? വരുവിക്ക് ശരിയായ സമയത്താ വന്നേ. ഒട്ടും ലേറ്റ് ആയിട്ടില്ല. വരൂ വരൂ വിക്കി, വരൂ. ഓ, വാ മോനെ, ഇവിടെ വന്നിരിക്കെ. അങ്കിൾ, ഇതാരാണ്? ഇവൻ ഞാൻ വിക്രാന്ത്. ഞാൻ ഗൗതം. ഇവരൊക്കെ ആരാ? ഇവരെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ലല്ലോ. റിലേറ്റീവ് ആയിരിക്കും, പക്ഷെ സിറ്റുവേഷൻ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്റെ മകളുടെ ബ്രദറാണ്. ഇൻഡസ്ട്രിയിൽ വേദാന്തിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹത്തിന്റെ അനിയനാ. ഓ, വേദാന്തിനെ ആർക്കാ അറിയാത്തെ? ആക്ച്വലി ഇവരുടെ ഓഫീസിന്റെ അടുത്താണ് എന്റെ ഓഫീസ്. ഓ, ആ, മകള് വന്നിട്ടുണ്ട്.
വിക്കി, നീ എന്തിനാ എണീറ്റത്? ഇരിക്കേ. ഇരിക്കും മോനെ. പാവം അമ്മ. വിക്കിയുടെ അവസ്ഥ ഇതായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്താ പറ്റിയെന്ന് ചോദിക്കേയില്ല. സർപ്രൈസ് ഇങ്ങനെ ആയിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. ഇതാ മോളെ. ആര് ആകെ നെർവസ് ആയിരിക്കാൻ തോന്നുന്നു. അങ്ങനെയൊന്നുമല്ല, അവൾക്ക് ഇത്തിരി നാണം കൂടുതലാണ്. വേണ്ട. പാവമാണ്. അത് മാത്രമൊന്നുമല്ല, പെണ്ണ് കാണാൻ ചടങ്ങെന്ന് പറയുമ്പോ എന്തായാലും ഇത്തിരി ചമ്മല് കാണുമല്ലോ. അതെ അതെ, കല്യാണം കഴിച്ചേ പറ്റൂന്ന് അറിയുമ്പോഴും ഈ കാണാൻ പോകുമ്പോഴും ടെൻഷൻ ഉണ്ടായിരിക്കും അത്ര. എനിക്കിതെന്റെ ഭാര്യ പറഞ്ഞുള്ള അറിവാണ് കേട്ടോ. ചേട്ടൻ മതി, ചേട്ടന്റെ ഒരു കാര്യം. മണിയണ്ണ, ഞങ്ങളുടെ വീട്ടിലെങ്ങനെയാ, നിങ്ങളുടെ വീട്ടിലെങ്ങനെയാ? അയ്യോ, ഞങ്ങളുടെ പ്രമി ഒരുപാട് ഡിഫറന്റ്. കല്യാണം ഫിക്സ് ആവുമ്പോഴേക്കും നിങ്ങൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യണ്ട, ഞാനും സഹായിക്കാം. ഞാൻ നല്ല സ്മാർട്ട് ആണെന്ന് പറഞ്ഞിരുന്നു, അല്ലേടി? വിക്കി, നിങ്ങൾ എന്തിനാ ഇന്ന് തന്നെ ഇവിടേക്ക് വന്നത്? ഇന്ന് പെണ്ണ് കാണാൻ ആള് വരും എന്ന് പറഞ്ഞ കാര്യം തെറ്റായിപ്പോയി. നിങ്ങളെങ്ങനെ നാണം കെട്ടി കാണാൻ എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ഒരു കാരണവശാലും വിഷമിച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. ദൈവമേ, ഈ സാഹചര്യത്തിൽ നിന്ന് എന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരണേ. രക്ഷിക്കണേ ദൈവമേ. വിക്കി, നീ എവിടെ എണീറ്റു ആയോ? ആ സ്ഥലത്ത് ആരതിച്ചിരിക്കട്ടെ. കല്യാണം കഴിക്കാൻ പോകുന്നവര് രണ്ടും കണ്ണി നോക്കിയിരിക്കട്ടെ. ആരതിച്ചി, ഇരിക്ക്. എന്തു പറ്റി? ഇരിക്ക്. അറിയാതെ മിഴികളിൽ നിറയും മൗനം മാധ്യമാ മായാതെ നിന്നോർമ്മകൾ ഇന്നീരാവിൽ മോഹമാ അകലെ നീ അറിഞ്ഞോ ഈ മനമൊരുകും നൊമ്പരം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഓഫീസിൽ ഇതുവരെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് വർക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ആണുങ്ങൾ മാത്രമാണ്. നിങ്ങൾക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ലേ? വൈ നോട്ട് സർ? ഞാനൊരു ഓർഗാനിക് കമ്പനിയെ പറ്റി റിസർച്ച് ചെയ്തപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. വീട്ടിലെ മരുന്ന്, അതായത് ഹോം റെമഡീസ്, ഓർഗാനിക് കോറിന്റെ സബ്ജക്റ്റ് ആണ്. ഇതിനെപ്പറ്റി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ആണുങ്ങളെക്കാൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അറിയാവുന്നത്. കമ്പനി സ്റ്റാഫിന് കമ്പനിയുടെ ഗോളിന്റെ കൂടെ ഇൻഡിവിജ്വൽ ഗോളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ദേഷ്യം, വൈരാഗ്യം, കോമ്പറ്റീഷൻ ഒരു വീട്ടിൽ എങ്ങനെ ഉണ്ടായിരിക്കോ അതുപോലെ ഇവിടെ ഉണ്ടായിരിക്കും. പ്രോസസ് അല്ലെങ്കിൽ കൾച്ചർ വേറെ പോലെ ആയിരിക്കും. എന്നാൽ കമ്പനി വീട് പോലെയാണ്. ഒരു കൂട്ടുകുടുംബം നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആ വീട്ടിലെ അമ്മ പക്ഷപാതിയാകാൻ പാടില്ല. ഞാനും അതുപോലെ നല്ലൊരമ്മയെ തൊട്ടടുത്ത് നിന്ന് കണ്ടു വളർന്ന ആളാണ്. അതിലും മാനേജ്മെന്റ് സ്കിൽ എന്നൊരു വാക്ക് ഓരോ സ്ത്രീയിൽ നിന്നുമാണ് സ്റ്റാർട്ടായത് സർ. ഇത് മാത്രല്ല, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ശ്രദ്ധയും ഉദ്ദേശശുദ്ധിയും കൂട്ടത്തിൽ ക്ലിയർ കട്ട് നോളജും ഉണ്ടെങ്കിൽ ഞാൻ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, പീപ്പിൾ ഷുഡ് ബി ഡെഫിനറ്റ്ലി ലിസൺ ടു മീ, അല്ലേ സർ? മിസ് അമൂല്യ, നിങ്ങളുടെ കോൺഫിഡൻസ് കൊള്ളാം. You got selected. അവസാനം നീ നേടിയെടുത്തു. അത് ചേട്ടാ, എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹ. ശരി, അങ്ങനെയാണെങ്കിൽ നീ കാർ പാർക്കിങ്ങിന്റെ അവിടെ വെയിറ്റ് ചെയ്യ്. ഞാൻ എന്തായാലും നിന്നെ ഡ്രോപ്പ് ചെയ്യാം. അമ്മ നിങ്ങളുടെ വീട്ടിലാണല്ലോ. ശരി ചേട്ടാ.
സിദ്ധാർത്ഥ് സാർ, അമൂല്യ സെലക്ട് ആയല്ലോ അല്ലേ? ബോസേ, നിങ്ങൾ ഇനി കടലാസാണ്. എടാ മോനെ ഗൗതം, നിങ്ങൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞോ? അന്നേരം മുതലേ നിന്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. മോളുടെ സൗണ്ട് ഇതുവരെ കേട്ടില്ല. കുട്ടി ഒരുപാട് നെർവസ് ആയിരിക്കാണ്. നോക്ക് ഗൗതം, നിന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം. ഞങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ല. നിന്റെ അഭിപ്രായം എന്താ? കുട്ടിയെ ഇഷ്ടപ്പെട്ടോ? പെൺകുട്ടി എനിക്ക് ഓക്കെ ആണമ്മേ. ഈ നിമിഷത്തിന് വേണ്ടി ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നെന്നോ. ഒരു നിമിഷം നിൽക്കൂ, ഞാൻ സീറ്റ്സ് എടുത്തോണ്ട് വരാം. നിക്ക് ചേച്ചി, പെണ്ണിന് പറയാനുള്ളതും കൂടെ കേട്ടിട്ട് പോവാ. മോളെ ആരതി, മോൾക്ക് പയ്യനെ ഇഷ്ടപ്പെട്ടോ? ആരതി, നീ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ. മോക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, പണ്ട് തൊട്ടേ എന്റെ ആരതി വലിയൊരു നാണക്കാരിയാണെന്ന്. അതൊക്കെ ശരിയാണ്. എന്നാലും ഒരു മിനിറ്റ്, ഞാൻ പോയിട്ട് വരാം. വിക്കി, ഇത്ര നേരം ഇരുന്നിട്ട് പെട്ടെന്ന് പോവാണോ? ഊണ് കഴിഞ്ഞിട്ട് പോയാ പോരെ? ഞാൻ ടൈം ശ്രദ്ധിച്ചില്ല. അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഇവിടെ എല്ലാം കഴിഞ്ഞല്ലോ. വരട്ടെ. ഞാനിന്ന് അവനെ പറഞ്ഞയച്ചിട്ട് വരാം. ശരി മോളെ. എന്താ മോളെ ആരതി, എന്തെങ്കിലും ഒന്ന് പറയൂ. നിന്റെ അഭിപ്രായം എന്താ? നിനക്ക് സമ്മതമാണോ? എനിക്ക് ആലോചിക്കാൻ കുറച്ചുകൂടി സമയം വേണം. ആരതി, എന്താ മോളെ നീ പറയുന്നത്? മണിച്ചേട്ടാ, കല്യാണം എന്നത് നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യമല്ല. നമ്മുടെ പയ്യൻ സമ്മതിച്ചു എന്ന് മാത്രം കരുതി അവൾക്ക് സമ്മതം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ലല്ലോ. നീ നല്ലതുപോലെ സമയമെടുത്ത് ആ തീരുമാനം ഞങ്ങളെ അറിയിച്ചാ മതി. എന്നാ ശരി മോളെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി. സന്തോഷമായിട്ട് ജീവിക്കുന്നത് നിനക്ക് തീരെ ഇഷ്ടമല്ല അല്ലേ? എന്തിനാ ഇഷ്ടപ്പെടുന്നവരെ ഇങ്ങനെ കൺമുമ്പിൽ കൊണ്ടു നിർത്തുന്നത്? എന്നിട്ട് അവരോട് സ്നേഹം തോന്നിപ്പിക്കുന്നത്, അവസാനം അവരെ നഷ്ടപ്പെടുത്തുന്നത്? എന്തിനാ ഒരു ഭാഗത്ത് ജീവിക്കാനും മരിക്കാനും ആവാതെ കഷ്ടപ്പെടുത്തുന്നേ? എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ അവസ്ഥ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണ്ടേ? എനിക്കിപ്പൊ തന്നെ നിന്നോട് സംസാരിക്കണം. പക്ഷെ ഞാൻ ഇപ്പൊ വിളിച്ചാൽ എല്ലാവരും കേൾക്കില്ലേ? മറ്റുള്ളവർ കരയുന്നത് കാണാൻ നിനക്ക് വളരെ ഇഷ്ടമാണല്ലേ? അതെ, ഞാൻ കരയാണ്. എത്ര കണ്ണുടച്ചാലും നിൽക്കുന്നില്ല. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? അച്ഛനും അമ്മയും പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നതിനെ പോലൊരു സാധാരണ പെൺകുട്ടിക്ക് ഞാനൊരാളെ സ്നേഹിക്കുന്നു എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരിക്കില്ല വിക്കി. പക്ഷെ ഞാനത് പറഞ്ഞതൊരിക്കലും ആരും ക്ഷമിക്കാത്ത വലിയൊരു തെറ്റായി പോവും വിക്കി. എന്റെ സ്വപ്നത്തിലെ പുരുഷനെ ഞാൻ ഉപേക്ഷിക്കണോ അതോ
ഞങ്ങളുടെ സ്വപ്നമാണ് അവരുടെ ജീവിതം എന്ന് കരുതുന്ന അച്ഛനെയും അമ്മയെയും ഉപേക്ഷിക്കണോ ഇതെനിക്ക് മനസ്സിലാവുന്നില്ല വിക്കി. അവസാനം എന്റെ സ്നേഹം ഒരു ത്യാഗത്തിന്റെ പേരിൽ എങ്ങോട്ട് ഒഴുകിപ്പോയി. എന്റെ അടുത്ത് ഒന്നും മിണ്ടാതെ മാറിപ്പോക്കോ. മുറിഞ്ഞോടത്ത് കുത്തി നോവിക്കാൻ വന്നാന്ന് എനിക്കറിയാം. നീ എന്നെ ഇവിടെ കൊണ്ടുവന്നതും അതിനല്ലേ. നിങ്ങളുടെ മനസ്സിൽ നടക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. ഐ എം സോറി. അൺഫോർച്ചുനേറ്റ്ലി ആർത്തി ഈ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ആരതിയുടെ തനിനിറം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ. എന്താ ഈ പറയുന്നേ? എനിക്ക് അവളെ പോലെ വിശ്വസിപ്പിച്ച് കഴുത്തിറക്കുന്ന സ്വഭാവമില്ല. ആരതി നിങ്ങളെ മനഃപൂർവ്വം ഇവിടെ വരുത്തിയതാണ്. ഒരുപക്ഷെ നിങ്ങളെ പറ്റിക്കാനുള്ള ഉദ്ദേശം ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ കണ്ടപ്പോ തന്നെ നിങ്ങളോട് ഇത് പറയാമായിരുന്നില്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? അല്ല, എന്നാലും അവളുടെ മനസ്സിൽ ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം സത്യമാണ്. അതുകൊണ്ടാണല്ലോ ഞാനത് തുറന്നു പറഞ്ഞത്. ആരതിക്കും അതുപോലെ ആയിരുന്നെങ്കിൽ അവൾക്കും തുറന്നു പറയാമായിരുന്നില്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? അവളുടെ ലെവൽ അത്രയേ ഉള്ളൂ. അവൾക്കിത് അത്രയേ ഉള്ളൂ. അവൾക്കൊരു നിലപാടില്ല. എങ്ങനെ നടക്കുന്നു അങ്ങനെ ജീവിക്കും. ഐ ആം റിയലി ഫീലിംഗ് സാഡ് ഫോർ യു, ബട്ട് ഐ ആം ഓൾവേസ് ദേർ ഫോർ യു. ആ കാര്യം മറക്കരുത്. ചെല്ല് ചെല്ല്, നീ തിരിച്ചു വരിക തന്നെ ചെയ്യും. തീർച്ചയായും എന്റെ അടുത്ത് വന്ന് ആരതിയെ പറ്റി ഞാൻ വിചാരിച്ചതെല്ലാം തെറ്റായിരുന്നു, എനിക്ക് നീ തന്നെ മതി എന്ന് പറഞ്ഞിരിക്കും. എന്റെ ദൈവമേ, അവസാനം നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. നീ ചെയ്ത ഉപകാരം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാ നടക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ചേച്ചിയുടെ കല്യാണം നടത്താൻ ഹെൽപ്പ് ചെയ്യാം, അതിഥിക്ക് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങാം, അഞ്ജുവിന് പഠിക്കാനായിട്ട് പുതിയൊരു കമ്പ്യൂട്ടർ എനിക്ക് വാങ്ങിക്കൊടുക്കാം. ഇന്ന് ജോലി കിട്ടിയ സന്തോഷത്തില് ഊണ് കഴിക്കാൻ പോലും ഞാൻ ഇന്ന് മറന്നുപോയി. എന്തെങ്കിലും വാങ്ങി കഴിക്കാന്ന് വിചാരിച്ച കയ്യിൽ കാശുമില്ല. എന്ത് ചെയ്യും ദൈവമേ? എനിക്ക് വയറിനേക്കാളും എപ്പോഴും വിശക്കുന്നത് എന്റെ വായിക്ക. വായുടെ പ്രശ്നം തീർന്ന വയറിന്റെ പ്രശ്നം ഫുൾ മാറും. സമയത്ത് കിട്ടുന്നതാണ് മൃഷ്ടാനം. നെല്ലിക്ക, ഉപ്പ്, മുളക് പൊടി, ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഇനി വേറെ എന്താ വേണ്ടത്? അടിപൊളിയായിട്ട് കഴിക്കാം. ഇൻസ്റ്റന്റ് ഓർഗാനിക് ഫാസ്റ്റ് ഫുഡ്. ജോലി കിട്ടിയ ഉടനെ ഇൻസ്റ്റന്റ് പരിപാടി അങ്ങ് തുടങ്ങി. തല ഏതായാലും എന്താ, സമയം എത്ര ആയാലും എന്താ, എൻജോയ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ച പിന്നെ ഞാൻ ഒരടി പുറകോട്ട് പോകില്ല. ഈ സെറ്റപ്പ് എല്ലാം കാണുമ്പോ തന്നെ ഞാനാ ഇവിടുത്തെ റാണിന്ന് എനിക്കങ്ങ് തോന്നി പോവാ. ടുഡേ ഈസ് യുവർ ഡേ അമൂല്യ.